ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം അത് തുടരുകയാണ്. ഇന്നലെ മാത്രം 97,286 പേർ 18-ാം പടി ചവിട്ടി. അവധി ദിനങ്ങളായതിനാൽ തിരക്ക് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ സന്നിധാനത്ത് തുടരുകയാണ്. സനോജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് സനോജ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. തങ്കയങ്കി ഘോഷയാത്ര ചൊവ്വാഴ്ച എത്താനിരിക്കുന്നു. ബുധനാഴ്ച മണ്ഡല പൂജ, ഇന്ന് ഞായറാഴ്ച. ഈ അവധി ദിനങ്ങളൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. ഈ ഒരു തിരക്കൊക്കെ കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായോ? തീർച്ചയായിട്ടും തിരക്കുകളുടെ ദിനരാത്രങ്ങളാണ് ശബരിമലയിൽ ഇപ്പോഴുള്ളത്. തീർത്ഥാടകരുടെ പ്രവാഹം ശബരിമലയിലേക്ക് തുടരുകയാണ്. 97,000-ൽ പരം തീർത്ഥാടകരാണ് ഇന്നലെ മല കയറി സന്നിധാനത്തെത്തിയത്. ഇപ്പോഴും ആ തീർത്ഥാടകരുടെ തിരക്കിന് യാതൊരു കുറവുമില്ല. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് അയ്യനെ ദർശിച്ചു മടങ്ങാൻ പല തീർത്ഥാടകർക്കും കഴിയുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി 5 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെ കാത്തു നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ തീർത്ഥാടകരിൽ ഒരു വിഭാഗം ഇപ്പോൾ പ്രധാനപ്പെട്ട പാതയായി പുല്ലുമേടിനെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. പുല്ലുമേട്ടിലൂടെയുള്ള തീർത്ഥാടകരുടെ വരവിലും വലിയ തോതിലുള്ള വർധനമുണ്ടായിട്ടുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ 2,500-നും 3,000-നും ഇടയിൽ തീർത്ഥാടകരായിരുന്നു പുല്ലുമേട് വഴി ദർശനത്തിനെത്തിയിരുന്നത് എങ്കിൽ ഇത്തവണ 5,000-ന് മുകളിൽ തീർത്ഥാടകർ ഓരോ ദിവസവും എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ മാത്രം പുല്ലുമേടിലൂടെ 5,340 പേർ ശബരിമല ദർശനത്തിനായി പുല്ലുമേട് പാതയെ തിരഞ്ഞെടുത്തു. അതായത് പെരിയാറ്റിൽ നിന്നും വള്ളക്കടവ് വഴി വന്ന് സത്രത്തിലൂടെ സഞ്ചരിച്ച് 7 മണിക്കൂറിലേറെ യാത്രയുണ്ട് എങ്കിൽ പോലും ക്യൂ നിൽക്കാതെ 18-ാം പടിയുടെ മുൻഭാഗത്ത് തന്നെ തീർത്ഥാടകർക്ക് എത്തിപ്പെടാൻ കഴിയും. ഒപ്പം തന്നെ കാനന ഭംഗിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുല്ലുമടി യാത്രയെ തീർത്ഥാടകർ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രാങ്കണത്തിൽ നിന്നുമാണ് തങ്കയങ്കി രഥഘോഷയാത്ര രാവിലെ 7 മണിയോടുകൂടി പുറപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ 8-ന് ഓമല്ലൂർ ശ്രീ രത്നകണ്ഠസ്വാമി ക്ഷേത്രത്തിലായിരുന്നു തങ്കയങ്കി ഘോഷയാത്രയുടെ ആദ്യ ദിവസത്തെ സമാപനം. അവിടെ നിന്നും രാവിലെ 8 മണിയോടുകൂടി ഘോഷയാത്ര പ്രയാണം തുടങ്ങും. വിവിധ ക്ഷേത്രങ്ങളിലൂടെ സന്ദർശിച്ച ശേഷം ഇന്ന് വൈകുന്നേരം തങ്കയങ്കി ഘോഷയാത്ര രാത്രി 8:30-ന് കൂന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് സമാപിക്കുക. നാളെ 27-ാം തീയതിയാണ് തിരുവാഭരണം ചാർത്തിയുള്ള പ്രത്യേക ചടങ്ങുകൾ സന്നിധാനത്ത് നടക്കുക. 26-ാം തീയതി വൈകുന്നേരം തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിപ്പെടും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് സേനയെ സന്നിധാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ സന്നിധാനത്ത് തുടരുകയാണ്. ഈ അയ്യപ്പ ഭക്തരോട് തന്നെ നമുക്ക് ചോദിക്കാം. സ്വാമി എവിടെ നിന്ന് വരികയാണ്? പാലക്കാട്. വലിയ തോതിലുള്ള തിരക്ക് ഉണ്ടായിരുന്നു. എത്ര സമയം ക്യൂ നിൽക്കേണ്ടി വന്നു? ഇന്നലെ ഏകദേശം ഒരു 14 മണിക്കൂർ കൂടില്ലേ. പുലർച്ചെ 2 മണിക്കൊക്കെ അവിടുന്ന് 11 മണിക്ക് കയറിയിട്ട് 2 മണിക്കൊക്കെയാണ് 18-ാം പടി കയറിയിട്ട് വന്നത്. കൂടെ വന്ന ആളുകൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവിടെ അതിൻ്റെ അത്ര സൗകര്യങ്ങളൊന്നുമില്ല. മറ്റേ ശരംകുത്തിയിൽ വെറുതെ 4 മണിക്കൂർ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തോ കോംപ്ലക്സിലായിരുന്നു നിങ്ങൾ? ക്യൂ കോംപ്ലക്സിൽ പിടിച്ചത്. സെഗ്മെന്റ് കറക്റ്റ് പോവുകയാണെങ്കിൽ 12 പല തീർത്ഥാടകർക്കും വലിയ തോതിലുള്ള സമയത്ത് ദർശനത്തിനായി കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം തീർത്ഥാടകരുടെ വലിയ തോതിലുള്ള തിരക്ക്, പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ തിരക്ക്, അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ തീർത്ഥാടകരുടെ തിരക്ക് കൊണ്ട് തന്നെ സന്നിധാനം നിറഞ്ഞു കഴിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഫ്ലൈ ഓവറിൽ, സന്നിധാനത്തേക്കുള്ള ഫ്ലൈ ഓവറിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര തന്നെയാണ് കാണാൻ കഴിയുക. അല്പസമയം മുമ്പ് പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ക്ഷേത്രനട അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദർശനത്തിനായി കുറച്ചുകൂടി സമയം കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മണിക്കൂറുകൾ കാത്തു നിന്ന ശേഷമാണ് പലർക്കും അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അത്രത്തോളമുള്ള തിരക്കുകൾ സന്നിധാനത്തുണ്ട്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങൾ കൂടി ആയതോടുകൂടി കുട്ടികൾ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാവ്യ. സുരേന്ദ്രനാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നുണ്ട്. ഈ അവധി ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും നിയന്ത്രണങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തി ഘട്ടം ഘട്ടമായി ആളുകളെ, തീർത്ഥാടകരെ കടത്തിവിടണം സന്നിധാനത്തേക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രേക്ഷകരൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള തീർത്ഥാടകരൊക്കെയും പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകളോളം ഇപ്പോൾ കാത്തു നിൽക്കണം. പ്രത്യേകിച്ച് ഞായറാഴ്ച അവധി ദിവസങ്ങളാണ്. ഈ ക്രിസ്മസ് അവധി ദിനങ്ങളൊക്കെയുണ്ട്. മണ്ഡല പൂജ കണക്കിലെടുത്ത് തങ്കയങ്കി ഘോഷ
ഘോഷയാത്ര എത്തുന്നതിനോട് അനുബന്ധിച്ച് ശബരിമലയിലേക്ക് എത്തുന്നവരുണ്ട്. വലിയ തിരക്ക്, 97,000-ൽ പരം ആൾക്കാർ തീർത്ഥാടകർ ഇന്നലെ 18-ാം പടി കയറിയിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ അതിനപ്പുറത്തേക്ക് തീർത്ഥാടകരുടെ ഒരു പ്രവാഹം, അണമുറിയാത്ത പ്രവാഹം അത് സന്നിധാനത്തുണ്ടാകുന്നുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ രാവിലെ സനോജ് പങ്കുവച്ചത്.